മഴത്തോരു മുമ്പയുടെ വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിലേക്കാട്ടോ ഇന്ന് നമ്മൾ പോകുന്നത്. അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്നും ഒരുപാട് നാളത്തെ ചികിത്സയ്ക്ക് ശേഷം തിരിച്ചു വരുന്ന ശരണ്യയെ കാണാനായിട്ട് അലീന തീരുമാനിക്കുകയാണ്. രോഹിത് കുറ്റക്കാരനല്ല എന്ന് ബോധ്യപ്പെട്ടതോടുകൂടി അലീനയും ബാലചന്ദ്രനും തീരുമാനിക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും രോഹിത്തിനെ പുറത്തിറക്കിയേ പറ്റൂ എന്നുള്ള കാര്യം. അങ്ങനെ അവസാനം ബാലചന്ദ്രന്റെ അനുവാദം ചോദിക്കുകയാണ് അലീന. ഞാൻ ശരണ്യയെ കാണാൻ പോയാലോ അച്ഛാ? ശരണ്യയെ കണ്ട് കാര്യങ്ങൾ നമുക്ക് അവളോട് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ രോഹിത്തിനെ അവൾ വെറുതെ വിട്ടാലോ, അവൾ കോടതിയിൽ സത്യങ്ങൾ തുറന്നു പറഞ്ഞാലോ അച്ഛാ? ഞാനതുകൊണ്ട് ശരണ്യയെ അവളുടെ വീട്ടിൽ ചെന്ന് കണ്ടാലോ എന്ന് ചോദിക്കുമ്പോൾ ബാലചന്ദ്രൻ അലീനയോട് പറയുന്നുണ്ട്, മോളെ ഒരിക്കലും ഈ സാഹചര്യത്തിൽ നീ തനിച്ച് അവളുടെ വീട്ടിലേക്ക് പോകരുത്. നീ അങ്ങനെ പോവുകയാണ് എന്നുണ്ടെങ്കിൽ നാട്ടുകാർക്ക് മൊത്തം അറിയാം നീ ഇവിടുത്തെ കുട്ടിയാണ് എന്ന്. അവർ നിന്നെ പച്ചയ്ക്ക് കത്തിച്ചു കളയും. അതുകൊണ്ട് ഈ ഒരു സാഹചര്യത്തിൽ പുറത്തു പോവാനേ പാടില്ല എന്ന്. ബാലചന്ദ്രന്റെ തീരുമാനത്തിന് മൗനസമ്മതം നൽകി അലീന ഹോസ്പിറ്റലിൽ ബാലചന്ദ്രനെ കണ്ടതിന് ശേഷം തിരിച്ച് വീട്ടിലേക്ക് വരുന്നുണ്ട്. ഒരുപാട് നേരത്തെ ആലോചനകൾക്ക് ശേഷം അവസാനം അവൾ തീരുമാനിക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും ശരണ്യയെ കണ്ടാലേ മതിയാകും. ശരണ്യയെ കണ്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ അവൾക്ക് ആ ഒരു അനുകമ്പ തോന്നിക്കഴിഞ്ഞാൽ എൻ്റെ സഹോദരനെ ചിലപ്പോൾ അവൾ വെറുതെ വിട്ടാലോ. അങ്ങനെ അതിൻ്റെ അവസാനം തീരുമാനിച്ചതിൻ്റെ ഒടുവിൽ അവൾ ശരണ്യയെ കാണാനായിട്ട് ഒരു ഓട്ടോയിൽ പോവുകയാണ്. പോകുന്ന വഴിക്ക് അവളുടെ വീടിൻ്റെ അവിടെ എത്തിയതിന് തൊട്ട് മുമ്പേ തന്നെ നാട്ടുകാരും പത്രപ്രവർത്തകരും മാധ്യമപ്രവർത്തകരും എല്ലാം കൂടെ അലീനയെ വളഞ്ഞു. അതിലൊരാളുടെ കയ്യിൽ മണ്ണെണ്ണയുണ്ടായിരുന്നു. ആ മണ്ണെണ്ണ അവളുടെ തലയിലേക്ക് കോരി ഒഴിച്ചതിന് ശേഷം അവളെ വലിച്ചഴക്കുകയാണ് ഉണ്ടായത്. അവൾ കരഞ്ഞ് നിലവിളിച്ച് പറയുന്നുണ്ട്, ഞാനൊന്നും ചെയ്തിട്ടില്ല, ഞാൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല, ഞാനിവിടെ ശരണ്യയെ കാണാൻ വന്നത് മാത്രമാണ്, ആരെയും രക്ഷിക്കാനെന്ന് പറയാനുമല്ല. പക്ഷേ അവളെ കത്തിക്കാൻ വേണ്ടി നിൽക്കുന്ന നാട്ടുകാർക്ക് അതൊന്നും അവർ കേൾക്കുന്നില്ല. അലീന പല പ്രാവശ്യം അവരുടെ കാലിൽ വീണ് അപേക്ഷിച്ചു, എന്നെ വെറുതെ വിടണം. നാട്ടുകാരുടെ മുന്നിൽ അലീന ആ രോഹിത്തിൻ്റെ സഹോദരിയാണ് എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് അലീനയെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണമെന്ന് നാട്ടുകാർ വിചാരിക്കുന്നത്. എൻ്റെ വീട്ടിലെ ഒരു കുട്ടിക്ക് ഈ ഒരു അതിക്രമം കാണിച്ചതിനെ തുടർന്ന് അവൻ്റെ സഹോദരിയെയും നമ്മൾ എങ്ങനെയെങ്കിലും കത്തിച്ചു കളയും എന്നുള്ളൊരു വൈരാഗ്യത്തിൽ മാത്രമായിരുന്നു നാട്ടുകാർ. മാധ്യമപ്രവർത്തകർ ഒത്തുകൂടിയിട്ടും നാട്ടുകാർ പിരിഞ്ഞു പോകാൻ തയ്യാറായില്ല. അവൾക്കൊരു അക്ഷരം പോലും മിണ്ടാനാവാതെ അവളുടെ ശരീരത്തിൽ മുഴുവനും മുറിവേൽപ്പിച്ച് അവളുടെ മണ്ണെണ്ണയിൽ കുളിച്ചു കിടക്കുന്ന അവൾക്ക് നേരെ ഒരാൾ തീപ്പെട്ടി കാണിക്കുന്നുണ്ട്. 1-2 പ്രാവശ്യം കത്തിച്ചണച്ച് കഴിഞ്ഞതിന് ശേഷം അലീന വല്ലാതെ അങ്ങ് വിറയ്ക്കുന്നുണ്ട്. എന്നെ വെറുതെ വിടണം, ഞാൻ യാതൊരു കുറ്റവും ചെയ്തിട്ടില്ല, എനിക്കൊന്ന് ശരണ്യയെ കാണണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നാട്ടുകാരിൽ ഒരാൾ പറയുന്നുണ്ട്, നീ എന്തിനാണ് ഇനി അവളെ കാണുന്നത്? ആ പാവപ്പെട്ട കുട്ടിയെ നിന്റെ സഹോദരനും മറ്റ് 4 പേരും കൂടെ ചേർന്ന് ഇല്ലാതാക്കിയിട്ട് ഇപ്പോൾ ആ പെൺകുട്ടിയെ കാണണമെന്നോ? നിനക്ക് നാണമില്ലേ? നിന്നെ ഇങ്ങോട്ട് കയറാൻ അനുവദിച്ചത് തന്നെ നമ്മുടെ തെറ്റ്. ഇപ്പോൾ നീ ഈ കിടക്കയിൽ വെച്ച് നിനക്ക് മരണപ്പെടുന്നത് കാണണമോ എന്ന് ചോദിച്ചിട്ട് 2-3 പ്രാവശ്യം അയാളുടെ കയ്യിലിരിക്കുന്ന തീപ്പെട്ടി കത്തിക്കുന്നുണ്ട്. അതിനിടയിലാണ് പെട്ടെന്നൊരു ഓട്ടോറിക്ഷക്കാരൻ ഓടി വന്ന് അവൻ്റെ കയ്യിലിരിക്കുന്ന ആ തീപ്പെട്ടിയെ തട്ടിത്തെറിപ്പിക്കുന്നത്. എന്നിട്ട് അവൻ്റെ കവിളത്തൊരു അടിയും കൊടുത്തതിന് ശേഷം അവനെ വലിച്ചു പിടിച്ച് ചോദിക്കുന്നുണ്ട്, നിനക്കൊക്കെ നാണമുണ്ടോടാ ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ മണ്ണെണ്ണ ഒഴിച്ച് ഈ റോഡിലൂടെ വലിച്ചിഴച്ചു കൊണ്ട് പോകുന്നതിന്? നീയൊക്കെ ഇത്രയും നാട്ടുകാർ ഇവിടെ നോക്കി നിൽക്കുന്നുണ്ടല്ലോ, നിനക്കൊന്നും ഒരുത്തിന് പോലും ഒരു ആൺകരുത്തില്ലാതായി പോയല്ലോ. ഒരു ഉച്ചത്തിലൊന്ന് വിളിച്ചു പറയാമായിരുന്നില്ലേ ഈ പെൺകുട്ടിയെ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന്? നിന്റെ സഹോദരിക്ക് സംഭവിച്ചത് ഈ കുട്ടിയെ തീർത്ത് കളഞ്ഞാൽ ആ ഒരു നഷ്ടം നിനക്ക് നികത്താനാകുമോ എന്ന് ചോദിക്കുമ്പോൾ അയാൾക്ക് യാതൊരു ഉത്തരവുമില്ലാതെ തലകുനിച്ച് നിൽക്കുന്നുണ്ട്. ഈ നാട്ടുകാരോട് എല്ലാവരോടും ചോദിക്കുന്നുണ്ട്, ആ കുട്ടിക്ക് സംഭവിച്ചത് എന്താണെന്ന് നിങ്ങൾക്കറിയാവോ? ഈ കുട്ടി അതിനെന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ? ഇതിനെ ഉപദ്രവിച്ച് അല്ലെങ്കിൽ കൊന്നുകളഞ്ഞാൽ ശരണ്യയ്ക്ക് സംഭവിച്ച ആ ദുരന്തം ഇല്ലാതാക്കാൻ കഴിയുമോ എന്ന് ചോദിക്കുമ്പോൾ നാട്ടുകാർക്ക് ആർക്കും യാതൊരു ഉത്തരവുമില്ല. ഇതാരാണ് സംസാരിക്കുന്നതെന്ന് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന അലീന തിരിഞ്ഞു നോക്കുന്ന സമയത്ത് അവൾ കാണുന്നത് അവളെ ഒരു പ്രാവശ്യം ഓട്ടോയിൽ കയറ്റി ഓർഫനേജിൽ അവൾ കൊണ്ടുവന്ന സാധനങ്ങൾ കൊടുക്കാനായിട്ട് കൊണ്ടുപോയ ഷാജി ചേട്ടനെയാണ്. ആദ്യം 1-2 പ്രാവശ്യം അവൾ അയാളെ തെറ്റിദ്ധരിക്കുകയാണ് ഉണ്ടായത്. പൈസയ്ക്ക് വേണ്ടി മാത്രം ഓട്ടോ ഓട്ടിക്കുന്ന മനുഷ്യൻ, അങ്ങനെയായിരുന്നു അവൾ വിചാരിച്ചിരുന്നത്. അയാളും തിരിച്ച് അലീനയെ അന്ന് കണ്ട സമയത്ത് അങ്ങനെ തന്നെയായിരുന്നു വിചാരിച്ചിരുന്നത്, പൈസയുള്ള ഏതോ വലിയ കുടുംബത്തിലെ ഒരു പെണ്ണ് എന്ന്. അവസാനം 2-3 പ്രാവശ്യം കഴിഞ്ഞതിന് ശേഷം
ശേഷം മാത്രമാണ് അവർ തമ്മിൽ പരസ്പരം പരിചയപ്പെടുന്നത്. അപ്പോഴാണ് അലീന പറയുന്നത്, ഞാൻ ഓർഫണേജിൽ നിന്നുള്ള കുട്ടിയായിരുന്നു, ഇപ്പോൾ മറ്റൊരു വീട്ടു ജോലിക്കാരിയായി ജോലി ചെയ്യുന്നുവെന്ന്. അതിൽ കിട്ടുന്ന ശമ്പളം കൊണ്ട് ഓർഫണേജിലെ മറ്റു കുട്ടികൾക്ക് സാധനങ്ങളൊക്കെ വാങ്ങി അലീന പോകുന്നത് ഷാജിയുടെ ഓട്ടോയിലായിരുന്നു. അങ്ങനെയാണ് ഷാജി അറിയുന്നത് അലീന ഇത്രയും ഒരു പാവപ്പെട്ട പെൺകുട്ടിയായിരുന്നുവെന്ന്. അങ്ങനെ ആദ്യത്തെ പ്രാവശ്യം പൈസ വാങ്ങിയില്ല. രണ്ടാമത്തെ പ്രാവശ്യം അലീന നിർബന്ധിച്ചു, ഇന്നെങ്കിലും എൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങണമെന്ന്. അയാൾ വീണ്ടും വിസമ്മതിച്ചു. ഇത്രയും നല്ല പുണ്യപ്രവൃത്തി ചെയ്യുന്ന ഈ കുട്ടിയുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കേണ്ട ആവശ്യം എനിക്കില്ല. അങ്ങനെ അവസാനം അവർ രണ്ടുപേരും തമ്മിൽ വലിയ പരിചയക്കാരായി. അങ്ങനെയാണ് ഈ അലീനയെ കാണുമ്പോൾ ഷാജി ഓടി അവളുടെ അടുത്തേക്ക് വരുന്നത്. എന്നിട്ട് ആ മണ്ണെണ്ണയിൽ കുളിച്ച് കിടക്കുന്ന അവളെ പതിയെ ഉയർത്തി എണീറ്റിട്ട് ചോദിച്ചു, എന്തിനാ അലീന നീ ഇവിടേക്ക് വന്നത്? അപ്പോൾ അലീന നിറകണ്ണുകളോടുകൂടെ പറയുന്നുണ്ട്, അത് ഷാജിയേട്ടാ, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി, ഞാൻ ശരണ്യയെ കാണാനായിട്ട് വന്നതാണ്. ആ സമയത്ത് ഷാജി ചോദിക്കുന്നുണ്ട്, എന്തിനാ അലീന, ഇപ്പോൾ നിനക്കറിയില്ലേ ഇവിടുത്തെ സ്ഥിതി എന്താണെന്ന്? നിന്നെയോ നിൻ്റെ ആ വീട്ടിലുള്ള ആൾക്കാരെയോ കണ്ടു കഴിഞ്ഞാൽ ഈ നാട്ടുകാരെ പച്ചയ്ക്ക് കത്തിക്കാനാണ് നിൽക്കുന്നത്. ആ സ്ഥിതിക്ക് നീ ശരണ്യയെ കാണാൻ വന്നത് ബുദ്ധിമോശമായി പോയി. അല്ലെങ്കിൽ നിനക്ക് കൂടെ ആരെങ്കിലും കൂട്ടാമായിരുന്നില്ലേ? അത് ഷാജിയേട്ടാ, ഞാൻ ആരും അറിയാതെയാണ് ഇങ്ങോട്ട് വന്നത്. അച്ഛൻ എന്നെ വിലക്കിയിരുന്നു, ഈ സമയത്ത് നീ അങ്ങോട്ട് പോകരുത്, നിന്നെ അവളെ കാണാൻ അനുവദിക്കില്ല എന്നൊക്കെ. പക്ഷേ എനിക്ക് എൻ്റെ സഹോദരനെ രക്ഷിച്ചേ മതിയാവൂ ഷാജിയേട്ടാ. അവൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞു. ഹരിയും ബാക്കി 3 പേരും ചേർന്നാണ് ശരണ്യയെ നശിപ്പിച്ചത്. അവളെ ബർത്ത്ഡേ പാർട്ടിക്ക് വിളിച്ചുകൊണ്ട് പോയത് ഹരിയാണ്. ഹരി കാരണമാണ് രോഹിത്തും ആ കുടുക്കിൽപ്പെട്ടത്. അവൻ യാതൊരു കുറ്റവും ചെയ്തിട്ടില്ല, അത് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു. അതുകൊണ്ട് എനിക്ക് എങ്ങനെയെങ്കിലും രോഹിത്തിനെ പുറത്തിറക്കിയേ മതിയാവൂ ഷാജിയേട്ടാ. അപ്പോൾ ഷാജി പറയുന്നുണ്ട്, ഈ ഒരു നിലയ്ക്ക് അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് നീ ഇങ്ങോട്ട് വന്നത് ഒട്ടും ശരിയായില്ല അലീന. ഇപ്പോൾ നീ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നിന്നെ ആളുകൾ പച്ചയ്ക്ക് തന്നെ കത്തിക്കും. അത് നീ ഇപ്പോൾ കണ്ടതാണല്ലോ. അതുകൊണ്ട് നീ എൻ്റെ കൂടെ വാ, നമുക്ക് പതിയെ അവളുടെ വീട്ടിൽ പോയി കാര്യങ്ങൾ അവതരിപ്പിക്കാം. അത് ഒന്ന് കെട്ടടങ്ങിയിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. അത് ഷാജിയേട്ടാ, അതിന് എത്ര നാൾ കഴിയണം ഇതൊക്കെ ഒന്ന് കെട്ടടങ്ങാൻ? എൻ്റെ സഹോദരൻ, അല്ലെങ്കിൽ ഞാൻ സഹോദരനെ പോലെ കാണുന്ന രോഹിത്ത് എത്ര നാളായിട്ട് കുറ്റം ചെയ്യാതെ ജയിലിൽ കിടക്കുന്നെന്ന് ഷാജിയേട്ടൻ അറിയാവോ? വീട്ടിലാണെങ്കിൽ മാഡം ഇല്ല, സാറും ആണെങ്കിൽ ഹോസ്പിറ്റലിലാണ്, ബാക്കി 2 പെൺകുട്ടികളും ഞാനും മാത്രമാണ് ആ വീട്ടിലുള്ളത്. ആ സ്ഥിതിക്ക് എങ്ങനെയെങ്കിലും രോഹിത്തിനെ പുറത്തിറക്കണ്ടേ? അവൻ കുറ്റം ചെയ്തിരുന്നുവെങ്കിൽ ഞാൻ ഇതിന് മുതിരില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അവൻ കുറ്റം ചെയ്തിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി. അതൊന്ന് ശരണ്യയെ ബോധ്യപ്പെടുത്തി ശരണ്യ വന്നു കഴിഞ്ഞാൽ കോടതിയിൽ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ പുറത്തിറക്കാമല്ലോ എന്ന് മാത്രമേ ഞാൻ ചിന്തിച്ചുള്ളൂ. അതാ ഞാനിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത് ഈ അവസ്ഥയിൽ പോലും. പക്ഷേ ഇവിടെ ഇത്രയും കൊടും ഭീകരത ഉണ്ടായിരിക്കുമെന്ന് ഞാൻ അറിഞ്ഞില്ല ഷാജിയേട്ടാ. അപ്പോൾ ഷാജി പറയാണ്, പോട്ടെ അലീന, പോട്ടെ. ഇനി എന്തായാലും ഇങ്ങനെ നീ ഒരു മണ്ടത്തരം കാണിക്കരുത്. നിനക്ക് ഇങ്ങോട്ടെങ്കിലും പോകാനുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ പോരെ? എൻ്റെ നമ്പർ നിൻ്റെ കയ്യിലില്ലായിരുന്നോ? എനിക്കിപ്പോൾ ഇവിടെ പരിചയമുള്ളതായതുകൊണ്ട് നിന്നെ രക്ഷപ്പെടുത്തി. ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ എന്തായേനെ നിൻ്റെ അവസ്ഥ? അവർ നിന്നെ മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ചേനെ അലീന. അത്രയ്ക്ക് ദേഷ്യമുണ്ട് അലീന ആ നാട്ടുകാർക്കും എല്ലാവർക്കും. അത്രയ്ക്ക് പാവപ്പെട്ട ഒരു പെൺകുട്ടിയായിരുന്നു ശരണ്യ. അവളെ സ്നേഹം കാണിച്ച് അവന്മാർ ഇങ്ങനെ അവളെ ചതിച്ചു കളഞ്ഞില്ലേ? അവളുടെ സഹോദരനാണെങ്കിലും ആ ഒരു ദേഷ്യം മൊത്തവും ഉണ്ട്. അത് ഇനി കുറ്റം ചെയ്യാത്ത നിന്നോട് പോലും, അല്ലെങ്കിൽ അവൻ ചെയ്ത കുറ്റത്തിന് ബാക്കി നിൻ്റെ വീട്ടുകാരെ ശിക്ഷിക്കണോ, അതൊന്നും അവർ ആലോചിക്കുന്നില്ല. അവൻ്റെ സഹോദരിയെ ഇങ്ങനെ നശിപ്പിച്ച് കളഞ്ഞവൻ്റെ കുടുംബം മൊത്തവും തകർത്ത് കളയുമെന്ന് പറഞ്ഞിട്ടാണ് അവൻ ഇവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് നീ ഇപ്പോൾ എൻ്റെ കൂടെ ഓട്ടോയിൽ കയറ് എന്ന് പറയുന്ന സമയത്ത് അലീന പെട്ടെന്ന് തന്നെ ഓട്ടോയിലേക്ക് കയറുന്നുണ്ട്. പോകുന്ന വഴിക്ക് ഷാജി ഒരു ഹോസ്പിറ്റലിൻ്റെ അടുത്തേക്ക് ഓട്ടോ നിർത്തുന്നുണ്ട്. എന്നിട്ട് അലീനയോട് പറയുന്നുണ്ട്, അലീന ഇറങ്ങിക്കേ, ഇവിടെ കയറി നിൻ്റെ മുറിവുകൾ ഒന്ന് ഡ്രസ്സൊക്കെ ചെയ്ത് റെഡിയാക്കിയതിന് ശേഷം വീട്ടിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ അലീന പറയുന്നുണ്ട്, അയ്യോ ഷാജിയേട്ടാ, അത്രയ്ക്കൊന്നും പറ്റിയിട്ടില്ല, എനിക്ക് വീട്ടിൽ പോയാൽ മതി. അവിടെ ബബിതയും കൃഷ്ണമോളും ഒറ്റയ്ക്കാണ്, ഞാൻ കൂടെ ഇല്ലാന്നുണ്ടെങ്കിൽ അവരാകപ്പാടെ വിഷമിക്കും. അപ്പോൾ ഷാജി പറയുന്നുണ്ട്, എന്താ അലീന നീ പറയുന്നത്? നിനക്കൊന്നും അറിഞ്ഞൂടാത്തതുപോലെ. നിന്റെ മുറിവുകൾ നീ കണ്ടില്ലേ? രക്തം വാർന്നൊലിക്കുകയല്ലേ? ഇങ്ങനെയാണോ നീ വീട്ടിലേക്ക് പോകുന്നത്? അങ്ങനെ പോയിരുന്നാൽ അവിടെയുള്ളവർ കണ്ടാൽ എന്തായിരിക്കും അവസ്ഥ? അവർക്കിത് സഹിക്കാൻ കഴിയുമോ? അങ്ങനെ ഷാജിയുടെ നിർബന്ധത്തിന് വഴങ്ങി അലീന ഹോസ്പിറ്റലിൽ ഇറങ്ങി മുറിവെല്ലാം ഡ്രസ് ചെയ്തതിന് ശേഷം വീണ്ടും ഷാജിയുടെ കൂടെ പോകുന്നുണ്ട്. ഷാജി അവസാനം കൊണ്ടുവന്ന് നിർത്തുന്നത് ആ ഷാജിയുടെ വീട്ടിലാണ്. അയ്യോ ഷാജിയേട്ടാ, ഇതെവിടെയാണ് കൊണ്ടുവന്നത്?
എനിക്ക് വീട്ടിലേക്ക് പോകണം, എൻ്റെ വീട്ടിൽ കൊണ്ടുവിട് ഷാജിയേട്ടാ എന്ന് പറയുമ്പോൾ ഷാജി പറയുന്നുണ്ട്, എൻ്റെ അലീന നീ ഒന്ന് സമാധാനപ്പെട്, ഞാൻ നിന്നെ മറ്റൊന്നിനും കൊണ്ടുവന്നതല്ല, നിൻ്റെ ഡ്രസ്സൊക്കെ കണ്ടില്ലേ മൊത്തം മണ്ണെണ്ണയുടെ സ്മെല്ലാണ്, ഇത് മറ്റുള്ളവരാരെങ്കിലും കണ്ടാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തീപ്പൊരി മതി ഇതിപ്പോൾ കത്തി പടർന്ന് പോകാൻ, അതുകൊണ്ട് നീ ഇവിടെ നിന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഒന്ന് ഫ്രഷായി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നിന്നെ ഞാൻ വീട്ടിലേക്ക് കൊണ്ടുവിടാം. അങ്ങനെ വീട്ടിൽ കയറുമ്പോൾ ഷാജിയുടെ സഹോദരി ശ്രുതി വീട്ടിൽ നിൽപ്പുണ്ട്. ശ്രുതിയോട് പറയുന്നുണ്ട്, മോളെ ഇത് അലീനയെ നിനക്കറിയില്ലേ? ആ അറിയാം ഷാജിയേട്ടാ, അന്ന് ഷാജിയേട്ടൻ പറഞ്ഞതല്ലേ ഒരു വീട്ടിൽ വേലയ്ക്ക് നിൽക്കുന്ന പെൺകുട്ടി ഓർഫണേജിലുള്ള പെൺകുട്ടിയായിരുന്നു, ആ പെൺകുട്ടി ഇപ്പോൾ വീട്ടിൽ നിന്ന് ജോലി ചെയ്ത് കിട്ടുന്ന പൈസ ഓർഫണേജിലേക്ക് കൊണ്ടുപോകുന്നു, ചേട്ടൻ്റെ ഓട്ടോയിൽ കയറി 1-2 പ്രാവശ്യം എന്തോ അറിഞ്ഞുകൂടാതെ നമ്മൾ അങ്ങനെ എന്തോ വഴക്കിട്ട് സംസാരിച്ചു, ആ പെൺകുട്ടിയല്ലേ? അപ്പോൾ ഷാജി പറയുന്നുണ്ട്, അതേ മോളെ അത് തന്നെയാ, ഇത് ഒരു അപകടത്തിൽ ചെന്ന് ചാടി, ഞാൻ പെട്ടെന്ന് കണ്ടതുകൊണ്ട് രക്ഷിച്ചിങ്ങോട്ട് കൊണ്ടുവന്നതാ, മോള് അവൾക്ക് ഡ്രസ്സ് മാറാനായിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ശ്രുതി അലീനയെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ചേച്ചി പെട്ടെന്ന് ചെന്ന് ഒന്ന് കുളിച്ച് റെഡിയായി വന്നേ, ഞാൻ ഡ്രസ്സൊക്കെ തരാം. എന്നിട്ട് ചേച്ചി ഒന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിയുമ്പോൾ ചേച്ചിക്ക് കുറച്ചൊക്കെ ഒന്ന് ആശ്വാസം കിട്ടും. എന്നിട്ട് ഷാജിയേട്ടൻ ചേച്ചിയെ വീട്ടിലേക്ക് കൊണ്ടുവിടും. ഷാജിയേട്ടൻ പാവുക എന്ന് പറയുമ്പോൾ അലീന പറയുന്നുണ്ട്, മോളെ എനിക്ക് വീട്ടിൽ പോകണം, അവിടെ എൻ്റെ 2 സഹോദരിമാരുണ്ട്. ശരിയാ അലീന ചേച്ചി, പക്ഷേ ഇങ്ങനെയാണോ ചേച്ചി പോവേണ്ടത്? ചേച്ചി ഒന്ന് പെട്ടെന്ന് കുളിച്ചിട്ട് വാ, ചേച്ചിയുടെ മുടിയും ആകെ മണ്ണെണ്ണ സ്മെല്ല് ചെയ്യുന്നു ചേച്ചി. അങ്ങനെ അവസാനം അവരുടെ നിർബന്ധത്തിന് വഴങ്ങി അലീന അവിടെ നിന്ന് കുളിച്ച് മറ്റൊരു ഡ്രസ്സൊക്കെ ഇട്ട് അവിടെ നിന്ന് തന്നെ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് അലീനയ്ക്ക് അത് കഴിക്കാൻ കഴിയുന്നില്ല, അവൾക്ക് വല്ലാത്തൊരു വിഷമം തോന്നുന്നുണ്ട്. അപ്പോൾ ഷാജി പറയുന്നുണ്ട്, കഴിഞ്ഞതെല്ലാം വന്നും അങ്ങ് മറന്നേക്കൂ, ഈ ഭക്ഷണം കഴിക്കുക. അപ്പോൾ അവൾ കണ്ണൊക്കെ തുടച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഷാജിയേട്ടാ എനിക്ക് ഭക്ഷണം അങ്ങോട്ട് ഇറങ്ങുന്നില്ല, എനിക്ക് വേണ്ട, എനിക്ക് വിശപ്പില്ല. അപ്പോൾ ഷാജി പറയാണ്, എന്താ അലീന നീ കഴിക്ക്, കുറച്ചെങ്കിലും കഴിച്ചാലല്ലേ നിനക്കിപ്പോൾ എഴിച്ച് നടക്കാനെങ്കിലും കഴിയൂ. വീണ്ടും അവൾ ഷോളിൻ്റെ അറ്റം കൊണ്ട് കണ്ണൊക്കെ തുടച്ചതിന് ശേഷം പറയുന്നുണ്ട്, ഷാജിയേട്ടാ എനിക്ക് എൻ്റെ വീട്ടിൽ പോകണം, എനിക്ക് ഇതൊന്നും സഹിക്കാൻ കഴിയുന്നില്ല, രോഹിത്തിൻ്റെ കാര്യമൊക്കെ ആലോചിച്ചിട്ട് എനിക്ക് ആഹാരം കൂടെ ഇറങ്ങുന്നില്ല. അപ്പോൾ വീണ്ടും ഷാജി പറയുന്നുണ്ട്, ശരിയാണ് ആഹാരം ഇറങ്ങില്ല എങ്കിലും നമ്മൾ കഴിച്ചേ പറ്റുള്ളൂ അലീന എന്ന് നിർബന്ധിച്ച് കഴിയുമ്പോൾ അലീന 1-2 വാ ചോറ് കഴിക്കുന്നുണ്ട്. എന്നിട്ട് അവസാനം പറയുന്നുണ്ട്, മതി, നിങ്ങൾ എന്നോട് കാണിച്ച സ്നേഹത്തിന് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്, ആരെന്നറിയില്ലാത്ത എന്നെ നിങ്ങൾ വീട്ടിൽ വിളിച്ചു വരുത്തി വലിയ സന്തോഷത്തോടു കൂടി സ്വീകരിച്ചു, എനിക്ക് ഭക്ഷണം തന്നു, ഇതിൽ പരം എന്ത് വേണം? ഒരു മനുഷ്യരോട് കാണിക്കുന്ന സ്നേഹം എന്താണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. അപ്പോൾ അവസാനം എന്നിട്ട് ഇറങ്ങുന്ന സമയത്ത് അവൾ ഷാജിയോട് പറയുന്നുണ്ട്, ഞാൻ ഈ ചുരിദാർ തിരിച്ച് വീട്ടിൽ ചെന്നിട്ട് കൊടുത്തു വിടാമേ എന്ന് പറയുമ്പോൾ ശ്രുതിയും പറയുന്നുണ്ട്, അയ്യോ എൻ്റെ ചേച്ചി ഈ ഡ്രസ്സൊന്നും എനിക്ക് കൊടുത്തു വിടണ്ട, ഞാനത് സ്നേഹത്തോടെ ചേച്ചിക്ക് തന്നതല്ലേ എന്ന് വീണ്ടും അവൾ നിർബന്ധിച്ച് പറയുന്നുണ്ട്, വേണ്ട മോളെ, നീ എനിക്ക് പെട്ടെന്ന് തന്നതല്ലേ, അത് നീ എനിക്കൊരു സ്നേഹത്തിൻ്റെ പുറത്ത് തന്നതല്ലേ, അപ്പോൾ ഞാനത് തിരിച്ച് തരേണ്ട കടമ എനിക്കില്ലേ മോളെ. ഇത് കേൾക്കുമ്പോൾ ഷാജി പറയുന്നുണ്ട്, തന്നില്ലെങ്കിലും ഞാൻ വീട്ടിൽ വന്ന് വാങ്ങിക്കും, അവൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട ചുരിദാറാ അത് എന്ന് പറയുമ്പോൾ അലീന ചെറുപുഞ്ചിരിയോടുകൂടി ശ്രുതിക്ക് ബായി പറഞ്ഞ് തിരിച്ച് ഓട്ടോയിൽ കയറുന്നുണ്ട്. അവിടെ നിന്ന് തിരിച്ച് നേരെ വീട്ടിലേക്ക് പോകുമ്പോൾ അവിടെയും ആൾക്കൂട്ടമുണ്ട്. ഓട്ടോയിൽ നിന്നും പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ്. എങ്കിലും ഷാജി പതിയെ അവളെ വീട്ടിനകത്തോട്ട് കയറ്റി വിട്ടു. ഷാജിയോട് ഒരുപാട് നന്ദി പറഞ്ഞു അവൾ, ആരെന്നറിയില്ലാത്ത എന്നെ നിങ്ങൾ ഒരുപാട് സഹായിച്ചു. അപ്പോൾ ഷാജി പറയുന്നുണ്ട്, ഇതൊക്കെയല്ലേ നമുക്കൊരു സഹായം എന്ന് പറയുന്നത്, നമ്മൾ മനുഷ്യരല്ലേ അലീന, എന്തെങ്കിലും നിനക്കൊരു സഹായം വന്നാലും അല്ലെങ്കിൽ എനിക്കൊരു സഹായം വന്നാലോ നമ്മൾ പരസ്പരം അറിയാമെന്നുള്ള ആൾക്കാരല്ലേ, അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചെന്ന് കരുതിയിട്ട് ഒന്നും നമുക്ക് നഷ്ടപ്പെടാനില്ല, അല്ലാതെ ഒരുപാട് പണം ഉണ്ടാക്കിയെന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യമാണ് അലീന? എല്ലാ മനുഷ്യരും ഒരു കാലത്ത് നമ്മൾ മരിക്കുക തന്നെ ചെയ്യും, അത്രയും നാളും മറ്റുള്ളവർക്കുള്ള നന്മകളും ചെയ്ത് നമുക്ക് ജീവിക്കാം, അല്ലാതെ പിന്നെ എന്താ? ഒരു നിമിഷം അവൾ അങ്ങനെ തന്നെ അയാളെ നോക്കി നിൽക്കുകയായിരുന്നു. ഇത്രയും നല്ല മനുഷ്യർ നമ്മുടെ നാട്ടിലുണ്ടോ? എനിക്കറിയില്ല ഷാജിയേട്ടാ എന്ന് പറയുമ്പോൾ ഷാജി വെറുതെ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഉണ്ടല്ലോ അലീന, താൻ ഒരു നല്ല
വലിയ പുണ്യപ്രവൃത്തിയല്ലേ അന്ന് ചെയ്തത്. അപ്പോൾ തന്നെ പോലെയുള്ള ആൾക്കാരെ സംരക്ഷിക്കേണ്ടത് ഞങ്ങളെപ്പോലെയുള്ള ഓട്ടോ ഡ്രൈവർമാരല്ലേ. അപ്പോൾ ഞാൻ നിന്നെ കണ്ടു, ആ സമയത്ത് നിന്നെ രക്ഷിച്ചു, അത്രയേ ഉള്ളൂ. അതിലിനി വേറെ ഒന്നും പറയേണ്ട കാര്യമില്ല അലീന. നമ്മുടെ ലോകത്ത് ഇത്രയും നല്ലവരായിട്ടുള്ള മനുഷ്യരുണ്ടോ ദൈവമേ എന്നൊക്കെ ഇങ്ങനെ അലീന ചിന്തിക്കുന്നുണ്ട്. അന്ന് ബ്രിജിത മമ്മി പണ്ട് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ എല്ലാവരോടും നല്ല കാര്യങ്ങൾ മാത്രം ചെയ്തിരുന്നാൽ നമുക്കൊരാപത്ത് വരുന്ന സമയത്ത് ആരെങ്കിലും ഉണ്ടാവും നമ്മളെ രക്ഷിക്കാൻ. കർത്താവ് ആരെങ്കിലും നമ്മളെ പറഞ്ഞു വിടും രക്ഷിക്കാൻ എന്നൊക്കെ ഇങ്ങനെ അലീന ബ്രിജിത മമ്മി പറഞ്ഞ വാക്കുകൾ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ അവൾ വിചാരിക്കുന്നുണ്ട്, ഞാൻ ആർക്കും ഒരു ദ്രോഹവും ചെയ്തില്ല, എന്നെ ദ്രോഹിക്കുന്നവർക്ക് പോലും ഒരാപത്തും വരുത്തരുതേ ദൈവമേ എന്ന് മാത്രമാണ് ഞാൻ ചിന്തിക്കുന്നത്. എല്ലാവർക്കും നല്ലത് വരണം. അങ്ങനെയുള്ള എനിക്ക് ഒരിക്കലും എൻ്റെ ദൈവം ഒരു മോശം വഴി കാണിച്ചു തരില്ല. അങ്ങനെയായിരിക്കും ഷാജിയേട്ടനെ പറഞ്ഞു വിട്ടത് എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് അവസാനം ഷാജിയോട് ഒരുപാട് നന്ദി അവൾ പറയുന്നുണ്ട്. കൈകോപ്പി ഷാജിയോട് കരഞ്ഞ് പറയുന്നുണ്ട്, ഷാജിയേട്ടാ നിങ്ങളെ ഞാൻ ഒരിക്കലും മറക്കില്ല. എന്നെ ഒരു ആപത്ത് ഘട്ടത്തിൽ രക്ഷിക്കാനുണ്ടായിരുന്നത് നിങ്ങൾ മാത്രമാണ്. നിങ്ങളുടെ നല്ല മനസ്സിന് ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ നിങ്ങളുടെ പെങ്ങള് എത്ര സ്നേഹത്തോടു കൂടിയാണ് എന്നോട് പെരുമാറിയത്. അല്ലെങ്കിൽ ആ രോഹിത്താണ് ആ ഒരു പെൺകുട്ടിയെ ഇല്ലാതാക്കിയെന്ന് വിചാരിച്ചിട്ട് അവൾ എന്നോട് മോശമായിട്ട് പെരുമാറേണ്ടതല്ലേ. അങ്ങനെ ഒന്നും സംഭവിച്ചില്ല. എത്ര സ്നേഹത്തോടു കൂടി അവൾ എന്നോട് പെരുമാറി. അവളുടെ വസ്ത്രങ്ങൾ തന്നു, അവൾ എനിക്ക് കഴിക്കാൻ ഭക്ഷണം തന്നു. അതുകൊണ്ട് നിങ്ങളെ ഞാൻ ഒരിക്കലും മറക്കില്ല ഷാജിയേട്ടാ എന്ന് പറയുമ്പോൾ ഷാജി പറയുന്നുണ്ട്, അതൊക്കെ ശരി, ഇനി അതിനെപ്പറ്റിയൊന്നും ആലോചിക്കേണ്ട, നീ കയറിപ്പോയ്ക്കോ എന്ന് പറഞ്ഞിട്ട് ഷാജി തിരിച്ച് ഓട്ടോ എടുത്ത് പുറത്തേക്ക് പോകുന്നുണ്ട്. സിറ്റ് ഔട്ടിൽ നിന്ന് സംഭവിച്ച കാര്യങ്ങളെല്ലാം ആലോചിച്ച് അവൾ വല്ലാതെ തളർന്ന് കരഞ്ഞതിന് ശേഷം പതിയെ കണ്ണൊക്കെ തുടച്ചിട്ട് അവൾ അകത്തേക്ക് കയറി പോകുന്നുണ്ട്. ഉള്ളിൽ വല്ലാത്ത പേടിയുണ്ട്. ബാലചന്ദ്രനായി ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജായി വന്നിട്ടുണ്ടോ എന്ന് അറിയില്ല. ബാലചന്ദ്രൻ ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും താങ്ങാൻ കഴിയില്ല. തിരിച്ച് ബാലചന്ദ്രൻ അത് സഹിക്കാൻ കഴിയാതെ വീണ്ടും നെഞ്ചുവേദന എന്തെങ്കിലും എടുക്കുമോ, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകേണ്ടി വരുമോ, താൻ കാരണം തൻ്റെ അച്ഛനെ വീണ്ടും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകേണ്ടി വരുമോ, ഇങ്ങനെ 100,000 കാര്യങ്ങൾ അവൾ മനസ്സിലാലോചിച്ച് ടെൻഷനോട് കൂടിയാണ് പുറത്തേക്ക് പോകുന്നത്. ആ സമയത്ത് കൃഷ്ണമോള് താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ചേച്ചി എന്തു പറ്റി ചേച്ചി, ചേച്ചിയുടെ ദേഹം ആസകലം മുറിവാണല്ലോ. അങ്ങനെ ചോദിക്കുമ്പോൾ അലീന പെട്ടെന്ന് ചോദിക്കുന്നത്, മോളെ അച്ഛൻ വന്നിട്ടുണ്ടോ എന്നാണ്. ഇല്ല ചേച്ചി, അച്ഛൻ ഇതുവരെയും വന്നില്ല. ഹോസ്പിറ്റലിൽ നിന്ന് ഇപ്പോൾ ഉടനെ ഡിസ്ചാർജ് ആയി കാണില്ല ചേച്ചി. അപ്പോൾ അവൾക്കത് കേൾക്കുമ്പോൾ വല്ലാത്ത അങ്ങ് ഒരു മനസ്സിന് ആശ്വാസം തോന്നുന്നുണ്ട്. എന്നിട്ട് കൃഷ്ണമോളോട് പറയുന്നുണ്ട്, മോളെ സങ്കടപ്പെടണ്ട, എന്താണ് സംഭവിച്ചതെന്ന് ചേച്ചി പറയാം. പക്ഷേ ഈ കാര്യങ്ങൾ ഒരിക്കലും അച്ഛൻ അറിയരുത്. അച്ഛൻ അറിഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ ഇത് താങ്ങാൻ കഴിയില്ല മോളെ. അതുകൊണ്ട് ചേച്ചി എന്താ സംഭവിച്ചെന്നുള്ള കാര്യം മോളോട് പറയാം. എന്താ ചേച്ചി സംഭവിച്ചത്? ചേച്ചിയുടെ മുഖം മൊത്തം മുറിവാണല്ലോ. ചേച്ചി അടുത്ത് വരുമ്പോൾ വല്ലാതെ എന്തോ മണ്ണെണ്ണയുടെ സ്മെല്ലടിക്കുന്നുണ്ടല്ലോ. എന്തു പറ്റി ചേച്ചി? ചേച്ചി ആരെങ്കിലും ചേച്ചിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചോ? ഇതെന്താ മണ്ണെണ്ണയുടെ സ്മെല്ലൊക്കെ വരുന്നത്? എന്താ സംഭവിച്ചതെന്ന് ഒന്ന് പറ ചേച്ചി. അങ്ങനെ അവളിങ്ങനെ 100ഓളം ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അവസാനം അലീന പറയുന്നുണ്ട്, മോളെ ഞാൻ പറയാം, മോളിത് കേൾക്കുമ്പോൾ വിഷമിക്കരുത്. ഞാൻ ശരണ്യെ കാണാനായിട്ട് പോവുമായിരുന്നു. പക്ഷേ അവളെ കാണാൻ കഴിഞ്ഞില്ല. നമ്മുടെ രോഹിത് തെറ്റൊന്നും ചെയ്തിട്ടില്ല മോളെ. അവനെ എങ്ങനെയെങ്കിലും രക്ഷിച്ചു കൊണ്ടുവരണ്ടേ, അതുമാത്രമേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. ഞാൻ അവളെ കാണാൻ പോകുന്ന കാര്യം അച്ഛനോട് പറഞ്ഞിരുന്നു. പക്ഷേ അച്ഛൻ എന്നോട് വിലക്കിയിരുന്നു, ഇപ്പോൾ പോകരുത്, സാഹചര്യം വളരെ മോശമാണ്. ഇപ്പോൾ പോയി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള ആരെ കണ്ടാലും അവർ പച്ചയ്ക്ക് കത്തിക്കുമെന്ന്. പക്ഷേ ഞാനതൊന്നും ഉൾക്കൊണ്ടില്ല മോളെ. ഞാനത് അച്ഛൻ പറഞ്ഞ വാക്കുകളൊന്നും അനുസരിക്കാതെ എനിക്ക് രോഹിത്തിനെ രക്ഷിക്കണമെന്ന് മാത്രം മനസ്സിൽ വിചാരിച്ചിട്ടാണ് ഞാൻ പോയത്. അവിടെ ചെന്നപ്പോൾ നാട്ടുകാരും പത്രപ്രവർത്തകരും മാധ്യമപ്രവർത്തകരും എല്ലാം കൂടെ എന്നെ വളഞ്ഞു. എനിക്കൊന്നിനും കഴിഞ്ഞില്ല. അവസാനം അവരെൻ്റെ തലയിൽ മണ്ണെണ്ണ ഒഴിച്ചു കത്തിക്കാൻ വരെ നോക്കി. അപ്പോൾ കൃഷ്ണമോക്കിത് വല്ലാതെ അങ്ങ്, ചേച്ചി എന്താ പറയുന്നത്? മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കാൻ നോക്കിയെന്നോ? ചേച്ചി എന്തിനാ ചേച്ചി അച്ഛൻ പറയുന്ന കേൾക്കാതെ ഇങ്ങനെ പോയത്? അതുകൊണ്ടല്ലേ അച്ഛന് കാര്യങ്ങൾ അറിയാം. അതാ ചേച്ചിയോട് അച്ഛൻ പറഞ്ഞത്. ഇത് അച്ഛൻ അറിഞ്ഞാൽ എന്ത് വിഷമിക്കുമെന്ന് ചേച്ചിക്ക് അറിയാമല്ലോ. എന്നിട്ട് അപ്പോൾ അലീന പറയുന്നുണ്ട്, അത് ഒരാൾ വന്നു മോളെ. അന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, ബ്രിജിത മമ്മിയുടെ ഓർഫണേജിലെ സാധനങ്ങൾ കൊണ്ടുപോയത് അയാളുടെ ഓട്ടോയിലായിരുന്നു എന്ന്. അയാൾ വന്നായിരുന്നു എന്നെ രക്ഷിച്ചത്. എന്നിട്ട് അയാളുടെ വീട്ടിൽ കൊണ്ടുപോയി ഭക്ഷണം തന്നു, അയാളുടെ സഹോദരിയുടെ ഡ്രസ്സ് തന്നു. അതാ ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത്.
ഈ കാര്യം ഒരിക്കലും അച്ഛൻ അറിയരുത്. എന്തെങ്കിലും മുറിവിൻ്റെ കാര്യം ചോദിച്ചാൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞങ്ങ് മാറ്റിക്കോളാം. അല്ലെങ്കിലും അച്ഛൻ വരുമ്പോഴത്തേക്കൊക്കെ ഇത് കുറച്ചൊക്കെ അങ്ങ് കരിഞ്ഞു പൊയ്ക്കോളും. ഈ വിവരങ്ങൾ മനു അറിയുന്നുണ്ട്. മനു അറിഞ്ഞ പാടെ തന്നെ നേരെ വീട്ടിലേക്ക് വന്ന് അലീനോട് സംസാരിക്കുന്നുണ്ട്. അലീന, നീ എന്നോട് ഒരു വാക്ക് പോലും പറയാതെയാണല്ലോ അങ്ങോട്ടേക്ക് പോയത്. എന്തിനാ നീ അങ്ങനെ ഒറ്റയ്ക്ക് പോയത്? നിനക്ക് എന്നെയെങ്കിലും വിളിച്ചുകൂടായിരുന്നോ? ഞാൻ എറണാകുളത്തായിരുന്നു, ശരി, പക്ഷേ നിനക്കെന്നെ വിളിച്ചിട്ട് ഞാനിവിടെ വന്നതിന് ശേഷം ഒരുമിച്ച് പോയാൽ പോരെയായിരുന്നോ? എങ്കിൽ നിന്റെ ശരീരത്തിൽ ഒരു കൈ പോലും വയ്ക്കാൻ ഞാൻ അവന്മാരെ അനുവദിക്കുമായിരുന്നു. അത് മനുവേട്ട, ഞാനപ്പോൾ ആ കാര്യങ്ങളൊന്നും ആലോചിച്ചില്ല മനുവേട്ട. രോഹിത്തിനെ രക്ഷിക്കണമെന്ന് മാത്രമേ വിചാരിച്ചുള്ളൂ മനുവേട്ട. ഞാനും അച്ഛനും അവസാനം കണ്ടുപിടിച്ചു, രോഹിത്ത് യാതൊരു തെറ്റും ചെയ്തിട്ടില്ല. അച്ഛനും അതെന്നോട് പറഞ്ഞു, മോളെ, രോഹിത്ത് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന്. ആ ഒരു ഉറപ്പോടു കൂടി മാത്രമാണ് ഞാൻ ശരണ്യയെ കാണാനായിട്ട് പോയത്. അവളെ കണ്ട് സംസാരിച്ചു കഴിഞ്ഞാൽ എൻ്റെ രോഹിത്തിനെ എങ്ങനെയെങ്കിലും എനിക്ക് പുറത്തിറക്കാൻ കഴിയുമല്ലോ. അവൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ഞാൻ പുറത്തിറക്കാൻ വേണ്ടി കൂടെ നിൽക്കില്ലായിരുന്നു മനുവേട്ട. പക്ഷേ അവൻ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല, അതെനിക്ക് ഉറപ്പാണ്. അന്നവൻ ഇവിടെ വന്ന സമയത്ത് എനിക്ക് മനസ്സിലായി അവനെ കൊണ്ട് ഇതിനൊന്നും കഴിയില്ല എന്ന്. അതുകൊണ്ട് അവനെ പുറത്തിറക്കി കൊണ്ടുവരാൻ മനുവേട്ടനും എൻ്റെ കൂടെ നിൽക്കണം. അപ്പോൾ മനു പറയുന്നുണ്ട്, ഞാൻ നിൻ്റെ കൂടെ നിൽക്കില്ലേ? എനിക്കറിയാം നീ ആവശ്യമില്ലാത്ത കാര്യത്തിലൊന്നും ഇടപെടില്ല എന്നുള്ള കാര്യം. അവൻ തെറ്റുകാരനല്ല എങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും കൊണ്ടുവരാം. പക്ഷേ നീ ഒറ്റയ്ക്ക് പോയത് ശരിയായില്ല. എന്നോടൊരു വാക്കെങ്കിലും പറയാമായിരുന്നു. സോറി മനുവേട്ട, ഞാൻ അതൊന്നും ഓർത്തില്ല, സോറി. പോട്ടെ, സാരമില്ല. ഇത് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഞാൻ അപ്പോഴത്തെ ഒരു ദേഷ്യത്തിന് പറഞ്ഞതാ. സംഭവിച്ചതെല്ലാം പോട്ടെ, അതൊന്നും ഇനി ഓർത്ത് വിഷമിക്കണ്ട എന്ന് അലീനയോട് മനു പറഞ്ഞ് ആശ്വാസപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി വരാൻ പോകുന്ന എപ്പിസോഡുകളിൽ ശരണ്യയെ വീണ്ടും അലീന കാണാൻ പോകുന്നതും കോടതിയിൽ ശക്തമായിട്ട് വാദിച്ച് രോഹിത്തിനെ തിരിച്ചു കൊണ്ടുവരുന്ന രംഗങ്ങളൊക്കെയാണ്. അതിനുശേഷം രോഹിത് അലീനയെ ചേച്ചിയായിട്ട് അംഗീകരിക്കുന്ന എപ്പിസോഡുകളൊക്കെയാണ് ഇനി വരാൻ പോകുന്നത്. ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ ഒരു എപ്പിസോഡ് ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി മഴ തോരും മുമ്പയുടെ പുതുപുത്തൻ വിശേഷങ്ങളുമായി ഉടനെ കാണും വരയ്ക്കും ബൈ.